വളരെ ഫണ്ണി ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ കണ്ട് ചിരിച്ച് രസിക്കാൻ നിങ്ങൾ റെഡിയാണെന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ഫണ്ണിയസ്റ്റ് മൊമെന്റ് സീരീസിലെ ഈ പുതിയ എപ്പിസോഡുമായി ഞങ്ങൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ വളരെ രസകരമായ ആ സംഭവങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയാൻ വേണ്ടി നമുക്ക് ഉടനെ തന്നെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ ഈ സംഭവത്തിൽ നമുക്ക് കാണാം, രണ്ടുപേരും ഇവിടെ ഇരുന്ന് ഹൊറർ മൂവി കാണുകയാണ്. ഒരു ഹൊറർ മൂവി ഒക്കെ ആകുമ്പോൾ നല്ല സ്കെയറി സൗണ്ട് എഫക്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതിന്റെ ആ ഒരു എൻജോയ്മെന്റ് കിട്ടുകയുള്ളൂ. അപ്പോൾ അതിനായി ആ പെൺകുട്ടിയെ സഹായിക്കുകയാണ് ഈ വിശാല മനസ്കനായ വ്യക്തി. പലരും പറയാറുണ്ട് വീട്ടിൽ കുറച്ച് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ കളിയും ചിരിയുമൊക്കെ ആയിട്ട് നല്ല രസമായിരിക്കുമെന്ന്. അത്തരത്തിലുള്ള ചില കളിചിരികൾക്കൊക്കെ ഇരയായ ഒരു വ്യക്തിയെ നമുക്ക് ഇവിടെ കാണാം. ഇനി അടുത്ത സംഭവം കാണുന്നതിന് മുമ്പ് നിങ്ങൾക്ക് മറ്റൊരു കാര്യം പരിചയപ്പെടുത്തി തരാം. നമുക്കറിയാം, ഇത് IPL ടൈമാണ്. ഇപ്പോൾ IPL കണ്ടുകൊണ്ടിരിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവെച്ച് lotus365.in നിങ്ങൾക്ക് ധാരാളം പണം നേടാം. ഇന്നത്തെ മാച്ച് ആര് ജയിക്കും, ടോസ് ആര് ജയിക്കും തുടങ്ങി 50ലധികം ക്രിക്കറ്റുമായി റിലേറ്റഡ് ആയ ക്വസ്റ്റ്യൻസ് ഇതിലുണ്ട്. അതിന് ഉത്തരം നൽകി നിങ്ങൾക്ക് സുഖമായി പണം നേടാം. lotus365 ഇപ്പോൾ രജിസ്റ്റർ ചെയ്താൽ 365 രൂപ നിങ്ങൾക്ക് ഫ്രീ ആയി കിട്ടുകയും ചെയ്യും. കൂടാതെ ഇതിൽ 24 മണിക്കൂറും 1-to-1 കസ്റ്റമർ സർവീസ് ലഭ്യമാണ്. lotus365 1 കോടിയിലധികം പ്ലെയേഴ്സാണ് ഇപ്പോൾ ഉള്ളത്. ഉത്തരങ്ങൾ പറഞ്ഞ് പണം നേടാൻ ക്രിക്കറ്റിന്റെ കൂടെ 200ലധികം മറ്റ് ഗെയിമുകളും ഇതിൽ ലഭ്യമാണ്. ഫേമസ് സെലിബ്രിറ്റീസ് ആയ നവാസുദ്ദീൻ സിദ്ദീഖി, ഉർവശി റോട്ടേല, സുനിൽ ഷെട്ടി, കാജൽ അഗർവാൾ, നേഹ ശർമ്മ തുടങ്ങിയവരൊക്കെ ഇത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അവർ തന്നെയാണ് ഇതിന്റെ ബ്രാൻഡ് അംബാസഡേഴ്സും. അപ്പോൾ ഇനി അധികം സമയം വേസ്റ്റ് ചെയ്ത് ഉടനെ തന്നെ lotus365.in രജിസ്റ്റർ ചെയ്യൂ. ലിങ്ക് കമന്റ് ബോക്സിൽ പിൻഡായിരിക്കും. ഇവിടെ നമുക്ക് കാണാം, ഒരു വ്യക്തിയുടെ വീടിന് പുറത്ത് രൂക്ഷമായ തേനീച്ച ശല്യമാണ്. അപ്പൊ സംഭവം സഹിക്കാൻ പറ്റാതായപ്പോൾ പുള്ളി പുറത്തുള്ള തേനീച്ച കൂടി തട്ടിയിടാൻ തീരുമാനിച്ചു. പക്ഷേ നിങ്ങളൊരു കല്യാണത്തിന് പോയി എന്ന് വിചാരിക്കുക, പക്ഷെ ഗിഫ്റ്റ് കൊണ്ടുപോകാൻ നിങ്ങൾ മറന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇന്റലിജന്റ് ആയ ആ സാഹചര്യം എങ്ങനെ നേരിടാമെന്നാണ് നിങ്ങൾ ഇനിയുടെ കാണാൻ പോകുന്നത്. സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു സ്റ്റണ്ട് പരീക്ഷിക്കുകയാണ് ഈ രണ്ട് സുഹൃത്തുക്കൾ. അപ്പോൾ എന്താവുമെന്ന് നോക്കാം. തന്റെ ഫ്രണ്ടിനെ ഒന്ന് പേടിപ്പിക്കാനായിട്ട് ഈ ഹൊറർ മൂവിയിലൊക്കെ കാണുന്നത് പോലെ ബെഡിൽ പൊങ്ങി നിൽക്കുന്ന പ്രാങ്ക് ചെയ്യാൻ നോക്കിയതാണ് ഈ പെൺകുട്ടി. അപ്പോൾ ആ പ്രാങ്ക് എന്തായി എന്ന് കണ്ടോളൂ. ഈ ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങുക, വെണ്ടക്ക കൊടുത്ത് വഴുതനങ്ങ വാങ്ങുക എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അങ്ങനെയുള്ള ഒരു സംഭവമാണ് ഇനിയുടെ കാണാൻ പോകുന്നത്. ഒരാളുടെ ടിക്കറ്റിന്റെ പൈസ ലാഭിക്കാനായിട്ട് ഒരു കൂട്ടം യുവാക്കൾ ഇവിടെ വലിയൊരു പ്ലാനൊക്കെ ഇട്ടിരിക്കുകയാണ്. അപ്പൊ അവരുടെ ആ വലിയ പദ്ധതി എന്താവെന്ന് കാണണ്ടേ? കണ്ടോളൂ. ചത്താലും ഞാൻ ഒരു 3 ഹോൺ അടിക്കാതെ നീ ഗൈസ്, നമ്മളിന്നൊരു മിഷൻ കംപ്ലീറ്റ് ആക്കാനാണ് ഗൈസ് പോകുന്നത്. ഇറങ്ങണേ, ചെക്ക് ചെയ്യണം. It was at this moment that he knew. He fucked up. Guys.
ഉറക്കം വന്നത് എനിക്ക് ഉറങ്ങണ്ട. ഇവിടെ നമുക്കൊരു വലിയ പാണ്ടയെയും അതിന്റെ അടുത്തൊരു കുഞ്ഞു പാണ്ടയെയും കാണാം. പക്ഷെ പെട്ടെന്നാണ് വലിയ പാണ്ട വലിയൊരു ഞെട്ടിക്കുന്ന സത്യം മനസ്സിലാക്കിയത്. ചിലർക്ക് ഈ വെറുതെ ഇരിക്കുന്നവരെ പോയി ചൊറിഞ്ഞ് പണി വാങ്ങിയില്ലെങ്കിൽ ഉറക്കം വരില്ല. അത്തരത്തിലുള്ള ഒരു രണ്ടുപേരെ കണ്ടോളൂ. ബി വണ്ണിട്ടിട്ട് മേളിയും തുടങ്ങി ശ്രദ്ധിച്ചെഴുത്. ഇവിടെ മുട്ടിക്ക് മുട്ടിക്കണം. മുട്ടിക്ക് മുട്ടിക്ക് മുട്ടിക്ക്. എന്നിട്ട് ഇതുവരെ മുട്ടുന്നില്ലല്ലോ. മുട്ടുന്നില്ലല്ലോ. മുട്ടാൻ പറ്റണം. ടീച്ചർ പഠിപ്പിച്ചു തന്നില്ലേ എങ്ങനെയാ മുട്ടുന്നേന്ന്? പെട്ടെന്ന് എഴുതിയേ. ഓ, ഈ ബി എന്ന അക്ഷരം എന്തൊരു ക്രൂരനാണ്. ഇതെന്തോ എഴുതുന്നേ? ഈ ബിക്ക് ഇത്ര നീളം എന്താ? നീളം ഇല്ലേ? മക്കള് സങ്കടപ്പെടണ്ട, മക്കള് എഴുത്. നല്ല വാവയായിട്ട് എഴുതിയേ. എങ്ങനെയാ ബി എഴുതുന്ന? വണ്ണിട്ട് വണ്ണെഴുതിയേ. വണ്ണെഴുതാ അറിയാലോ. ഇനി എവിടാ തുടങ്ങുന്നേ? ബി എഴുതുന്ന എവിടാ തുടങ്ങുന്നേ? മിസ് എത്ര വട്ടം പറഞ്ഞു തന്നായിരുന്നു കുഞ്ഞിനെ എഴുതാൻ? അടുത്തതായി വളരെ കോംപ്ലിക്കേറ്റഡ് ആയ ഒരു സിറ്റുവേഷനിൽ പെട്ടുപോയ ഒരു പെൺകുട്ടിയാണ് നമ്മൾ കാണാൻ പോകുന്നത്. സംഭവം എന്താണെന്ന് വെച്ചാൽ ആനയെ പേടിച്ചിട്ട് കയറാനും വയ്യ, എന്നാൽ ആന പുറത്തിരിക്കാനുള്ള ആഗ്രഹം കൊണ്ട് കയറാതിരിക്കാനും വയ്യ. ഇനി എന്തായാലും നമുക്ക് മൃഗങ്ങളുടെ കുറച്ച് കലാപരിപാടികൾ കാണാം. Holy shit! And his name is John C. She's like, come on, let's run. Oh, got her. He's not, you know, she's not clucking or anything. Look at her peeking. പ്രതിജ്ഞയൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് നമ്മൾ എന്നും കേട്ടിട്ടുണ്ടാവും. പക്ഷെ ഇത്രയും രസകരമായ ഒരു പ്രതിജ്ഞ ഇതിന്റെ മുമ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടാകാൻ ചാൻസ് കുറവാണ്. രാജ്യമാണ് എന്റെ കാര്യം എന്റെ സഹോദരിമാരാണ്. ഞാൻ എന്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു. സമ്പൂർണ്ണമായിട്ട് പൂർണ്ണമായ എന്റെ പാരമ്പര്യത്തെ ഞാൻ ബഹുമാനം കൊള്ളുന്നു. ഞാൻ എന്റെ മതക്കാരും കുറുക്കന്മാരെയും
ആവശ്യത്തിനും എന്റെ പ്രേമിക്കും. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എത്രത്തോളമായിരുന്നു? വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ.